പ്രവാസലോകത്തെ വാർത്തകൾ. വിമാനയാത്രാരംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കി ഇന്ത്യയും സൗദി അറേബ്യയും. എയർ ഇന്ത്യയും സൗദി എയർലൈൻസും തമ്മിൽ കോഡ് ഷെയർ കരാർ ഒപ്പുവച്ചു. ഒരൊറ്റ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഇരു വിമാന കമ്പനികളുടെയും സർവീസുകൾ ഇനി യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താം. പുതിയ കോഡ് ഷെയർ കരാർ പ്രകാരം ഇന്ത്യക്കും സൗദി അറേബ്യയ്ക്കുമിടയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരൊറ്റ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിലൂടെ ഏകോപിപ്പിച്ച ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ പ്രയോജനപ്പെടുത്താനും യാത്രയുടെ വിവിധ ഘട്ടങ്ങൾക്കിടയിൽ തടസ്സമില്ലാത്ത കണക്ഷനുകൾ നേടാനും സാധിക്കും. ഇതോടെ ലേ ഓവർ ചെയ്യുമ്പോൾ വ്യത്യസ്ത ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യം ഒഴിവാകും. സൗദിയയുടെയോ എയർ ഇന്ത്യയുടെയോ പക്കൽ നിന്ന് എടുക്കുന്ന ഒരൊറ്റ ടിക്കറ്റിലൂടെ ഇരു വിമാന കമ്പനികളുടെയും സർവീസുകൾ ഉപയോഗിക്കാം. ഈ കരാർ നിലവിൽ വരുന്നതോടെ ബിസിനസ് യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും വലിയ ആശ്വാസമാണ്. മാത്രമല്ല, സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ ഇന്ത്യൻ പ്രവാസികൾക്കും യാത്ര കൂടുതൽ സുഗമമാകും. കൂടാതെ അന്തിമ ലക്ഷ്യസ്ഥാനത്തേക്ക് ലഗേജുകൾ നേരിട്ടെത്തുന്നതിനാൽ കണക്റ്റിംഗ് ഫ്ലൈറ്റുകളിൽ വീണ്ടും ചെക്ക് ഇൻ ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒഴിവാകും. ബിസിനസ്, വിനോദ, പ്രവാസി യാത്രക്കാരിൽ നിന്നുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റാനും യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനും ഏകോപിപ്പിച്ച ഷെഡ്യൂളുകളും ലഗേജ് കൈമാറ്റ സൗകര്യങ്ങളുമുള്ള കൂടുതൽ ഫ്ലൈറ്റ് ഓപ്ഷനുകൾ തുറന്നുകാട്ടാനും ഈ പങ്കാളിത്തം ലക്ഷ്യമിടുന്നുവെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് മൾട്ടിപ്പിൾ ട്രിപ്പ് എക്സിറ്റ് പെർമിറ്റ് സംവിധാനം നിലവിൽ വന്നതായി കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. നിശ്ചിത കാലയളവിൽ ഒന്നിലധികം വിദേശയാത്രകൾ ചെയ്യുന്നവർക്ക് ഇനി ഒരൊറ്റ പെർമിറ്റ് മതിയാകുമെന്നും അധികൃതർ അറിയിച്ചു. മുൻപ് ഓരോ യാത്രയ്ക്കും പ്രത്യേകം എക്സിറ്റ് പെർമിറ്റ് അപേക്ഷിക്കുകയും അനുമതി നേടുകയും വേണമെന്നായിരുന്നു വ്യവസ്ഥ. ഇത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും അധിക നടപടിക്രമങ്ങളും സമയനഷ്ടവും ഉണ്ടാക്കിയിരുന്നു. പുതിയ സംവിധാനത്തിലൂടെ ഒരൊറ്റ അനുമതി ഉപയോഗിച്ച് പല യാത്രകളും നടത്താൻ കഴിയും. യാത്രക്കാർക്ക് അധികൃതർ അനുമതി നൽകിയ പെർമിറ്റ് ആവശ്യമായ സമയത്ത് പ്രിന്റ് ചെയ്യാനുള്ള സൗകര്യവും സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും യാത്രാ നടപടികൾ ലളിതമാക്കാൻ സഹായിക്കും. തൊഴിലുടമകൾക്ക് എക്സിറ്റ് പെർമിറ്റ് സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള സംവിധാനവും നിലവിൽ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് തൊഴിലാളികളുടെ യാത്ര സംബന്ധിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ തൊഴിലുടമയ്ക്ക് കഴിയും. പെർമിറ്റ് ലഭിക്കാൻ അസൽ പോർട്ടൽ അല്ലെങ്കിൽ സഹീൽ ആപ്പ് വഴി അപേക്ഷ നൽകാം. ഈ സംവിധാനം പേപ്പർ വർക്ക് കുറയ്ക്കുകയും അനുമതികൾ വേഗത്തിലാക്കുകയും തൊഴിലാളികളുടെ യാത്രകൾ കൂടുതൽ എളുപ്പമാക്കാനും സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഹീത്രൂവിലേക്ക് കണക്ഷൻ സർവീസുകൾ ആരംഭിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും. ബംഗളൂരു വഴിയുള്ള സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിച്ചിരിക്കുന്നത്. കണക്ഷൻ സർവീസുകൾ ആരംഭിച്ചതോടെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര യാത്രകൾ ഇനി കൂടുതൽ എളുപ്പമാകും. എയർ ഇന്ത്യയാണ് ബംഗളൂരു ഹീത്രൂ സർവീസ് നടത്തുന്നത്. കണ്ണൂരിൽ നിന്ന് രാവിലെ 10:15 പുറപ്പെട്ട് 11:25 ബംഗളൂരുവിലെത്തും. 2:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം 7:30 ലണ്ടൻ ഹീത്രൂവിലെത്തും. തിരികെ 9:05 ഹീത്രൂവിൽ നിന്ന് പുറപ്പെട്ട് 12:20 ബംഗളൂരുവിലേക്കെത്തും. കണ്ണൂരിലേക്കുള്ള വിമാനം പിറ്റേന്ന് രാവിലെ 8:35 പുറപ്പെട്ട് 9:40 കണ്ണൂരിൽ എത്തിച്ചേരും. ഫെബ്രുവരി 6 മുതൽ ഡൽഹി വഴിയാണ് ഇൻഡിഗോയുടെ ഹീത്രൂ സർവീസ്. തിങ്കൾ, ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക. രാവിലെ 6:05 പുറപ്പെട്ട് 8:55 ഡൽഹിയിലെത്തും. ഡൽഹി ഹീത്രൂ വൈഡ് ബോഡി വിമാനം 11:55 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് 5:10 ഹീത്രൂവിലെത്തും. തിരികെ 7:10 ഹീത്രൂവിൽ നിന്ന് പുറപ്പെട്ട് 10:10 ഡൽഹിയിലെത്തും. 9:45 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് അർദ്ധരാത്രി 12:45 കണ്ണൂരിലുമെത്തും. വടക്കൻ കേരളത്തിൽ നിന്നും മറ്റുമുള്ള യാത്രക്കാർക്ക് ഈ സർവീസ് ആശ്വാസമാകും. ഈ മേഖലയിൽ അതിവേഗ കണക്ഷൻ വിമാന സർവീസുകൾ യാത്രക്കാരുടെ സുഖസൗകര്യങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ലണ്ടനിലേക്കുള്ള മെച്ചപ്പെട്ട കണക്ടിവിറ്റി NRIകൾ, ബിസിനസ് യാത്രക്കാർ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ എന്നിവർക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.